ഹലോ, ഇന്ന് ഞാൻ വെള്ളരിക്കയും പച്ചമാങ്ങയും കൂടിയിട്ട് തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാട്ടോ കാണിക്കുന്നത്. ചോറിനൊക്കെ കൂടി കഴിക്കാനായിട്ട് പറ്റിയൊരു ഒഴിച്ചുകൂട്ടാനാട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വെള്ളരിക്കയും ഒരു പകുതി വെള്ളരിക്ക, വലിയ വെള്ളരിക്കയായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ പുളിയുള്ള മാങ്ങ കേട്ടോ, നല്ല പുളിയുണ്ട് ഇത്. അപ്പോൾ അത് ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല, നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മൺചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ കുക്കറിൽ ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ കറിവേപ്പില എടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്, പക്ഷേ അത്രയും വെള്ളം ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസോളം മതിയായിരുന്നു. വെള്ളരിക്കയിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും വെള്ളരിക്കയും മാങ്ങയും കൂടെ. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് 1 മുറി തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഞാൻ ഈ തേങ്ങയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളരിക്കയും മാങ്ങയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2 വിസിലേ ഞാൻ അടിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഞാൻ ഒഴിച്ചത് ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ 1.5 ഗ്ലാസ് ഒഴിക്കേണ്ട ആവശ്യമില്ല, 1 ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ട് അങ്ങോട്ട് ഇളക്കണ്ട. കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരണം. ഇതിപ്പോൾ വെള്ളം കൂടിപ്പോയത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര നേരം എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. വെള്ളം ഒന്ന് വറ്റിക്കണമല്ലോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പങ്ങ് ഇട്ട് കൊടുക്കുക. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ തേങ്ങ ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് തിളച്ച് കഴിയുമ്പോൾ പിരിഞ്ഞ പോലെ കിടക്കും. അതുകൊണ്ട് സിമ്മിലിടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തിളയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് തിളയ്ക്കാനായിട്ട് വെക്കുക. സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ടൊരു 2-3 തിള വരുമ്പോഴത്തേക്കും നമുക്ക് താളിച്ചിടാം. കടുക് താളിച്ചിടാം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിടാം. അതിന് ഞാൻ വേറൊരു പാൻ വെക്കുന്നുണ്ട് അടുപ്പിൽ. ഈ പാനിലിത് എണ്ണ കേട്ടോ. ഞാൻ വേറൊരു കറിക്ക് വേണ്ടി താളിച്ചതാണ്, അതുകൊണ്ടാണ് പിന്നെ കഴുകാതെ ആ പാൻ തന്നെ എടുത്തത് കേട്ടോ. ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള കറികൾ വയ്ക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് അതുകൂടി തളിക്കാനായിട്ട് ഇടണം കേട്ടോ. ഇനി ഇത് ഇത്രയും സാധനം നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവെള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ. എരിവില്ലാത്താണെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുത്തോളൂ കേട്ടോ, കാരണം ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കറിക്ക്. ചതച്ച മുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയേ. ഇപ്പം ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മുരിഞ്ഞാൽ മതി, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു ഭാഗത്തിന് എടുത്താൽ മതിയേ. ഇനി നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതിയെ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് സ്പീഡിൽ മിക്സ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇത് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കേട്ടോ ഇത്. ഓക്കെ, താങ്ക് യു.